ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാവർക്കും ഈ സർക്കാരിനെതിരെ ജനവിധി വന്ന സാഹചര്യത്തിൽ ഈ സർക്കാർ കൊണ്ടുവരുന്ന ധനാഭ്യർത്ഥനയെ ശക്തമായി എതിർക്കുകയാണ് സാർ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരസ്കരിച്ച ഈ സർക്കാരിന്റെ ധനാഭ്യർത്ഥന എങ്ങനെ ഞങ്ങൾ പിന്തുണയ്ക്കും? കാരണം ജനങ്ങൾ പാടെ അവരെ തിരസ്കരിച്ചു. അതുകൊണ്ട് തന്നെയാണ് തെറ്റിദ്ധരിക്കണവർക്ക് ഒന്ന് ക്ലാരിഫിക്കേഷൻ നടത്തിയാണ്ടോ സാർ. അപ്പോൾ എനിക്ക് ഈ ധനാഭ്യർത്ഥന പറയാനുള്ളത് സാർ, ഞാൻ ആദ്യം തന്നെ നമ്മുടെ നാട്ടിലുണ്ടായ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇന്നലെ ശക്തമായ മഴയുണ്ടായപ്പോൾ വലിയൊരു ചുഴലിക്കാറ്റുണ്ടായി. ആ ചുഴലിക്കാറ്റിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് എൻ്റെ ചെങ്ങമനാട് പഞ്ചായത്തിൽ വാർഡ് 9, 10 വാർഡുകളിൽ അവിടെ നെടുവന്നൂർ എന്ന പ്രദേശം, വെണ്ണിപ്പറമ്പ് നെടുവന്നൂർ പ്രദേശത്ത് ഇപ്പോൾ വില്ലേജ് ഓഫീസർ എൻ്റെ കണക്ക് തന്നനുസരിച്ച് നോക്കുകയാണെങ്കിൽ 20 വീടുകൾ നാശം സംഭവിച്ചു. 20 വീടുകൾ മാത്രമല്ല, അതിനകത്ത് 2 വീടുകൾ പൂർണ്ണമായി നശിച്ചു. അതുപോലെ തന്നെ 18 ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് സാർ. അതുപോലെ തന്നെ കൃഷി നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ പ്രാഥമികമായി കണക്കെടുത്തപ്പോൾ 4 ലക്ഷം രൂപയുടെ കൃഷിനാശം ഉണ്ടാക്കുക. വാഴകൾ, അതുപോലെ തന്നെ കുലച്ച വാഴ, കുലക്കാത്ത വാഴ, ജാതി, അങ്ങനെ ഒട്ടേറെ കർഷകർ വലിയ ധർമ്മസങ്കടത്തിലാക്കിയിരിക്കും സാറ്. അതുകൊണ്ട് അടിയന്തരമായൊരു സഹായം അവർക്ക് നൽകണം. അതുകൂടാതെ തന്നെ നമുക്ക് അതിൻ്റെ കണക്കെടുത്ത് സമയബന്ധിതമായി ആ നഷ്ടം പൂർണ്ണമായി, കാരണം പാവപ്പെട്ടവരോട് താമസിക്കുന്നത്, ആ പാവപ്പെട്ട ആളെ സഹായിക്കാൻ ഗവൺമെൻറ് തയ്യാറാക്കണം. നമുക്ക് സാധാരണ ഞാൻ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തി, റവന്യൂ വകുപ്പാണല്ലോ ഡിസാസ്റ്റർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ SDRFൽ നമുക്ക് സാധാരണ കുറച്ച് പൈസ അനുവദിക്കും. പക്ഷേ സ്പെഷ്യൽ ഇതിൻ്റെ ഈ നാശനഷ്ടത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് CMDRFൽ നിന്നും ഫണ്ട് അനുവദിക്കും. അപ്പോൾ കൂടുതൽ പൈസ നമുക്ക് വരാം. പക്ഷേ വീട് പൂർണ്ണമായി തകർന്ന 2 വീടുകൾ. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് CMDRFൻ്റെ കൂടി ഫണ്ട് കൂടി അനുവദിച്ച് അവർക്ക് തക്കതായ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് ഈ സഭയുടെയും ഗവൺമെൻറ്റിൻ്റെയും മന്ത്രിമാരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഇത്തരത്തിൽ ആഗ്രഹിക്കുകയാണ് സാർ. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കൃഷിവകുപ്പിൻ്റെ കീഴിലുള്ള കേരള അഗ്രോ മിഷണറി കോർപ്പറേഷൻ, കാംകോ. ഈ കാംകോയുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഇപ്പോൾ. സാറിനറിയാം, 37 വർഷം തുടർച്ചയായ ലാഭത്തിലായിരുന്ന കേരള അഗ്രോ മിഷണറീസ് കോർപ്പറേഷൻ എന്നത് പൊതുമേഖലാ സ്ഥാപനം കഴിഞ്ഞ 2 വർഷമായി നഷ്ടത്തിലാണ് സാറേ. നമുക്കറിയാം, നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. കഴിഞ്ഞ 2 മാസമായി കാംകോയിലെ കാർഷിക ഉപകരണങ്ങളുടെ ഉൽപാദനം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. ഉൽപാദനം എത്രയും പുനരാരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കണം സാർ. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കാണ് ഈ ട്രാക്ടറുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മൾ മെഷീനുകളെല്ലാം കയറ്റി അയക്കുന്നത് സാർ. കഴിഞ്ഞ 8 വർഷമായി കാംകോ തൊഴിലാളികൾക്ക് ശമ്പള വർധന ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഉണ്ടായിരുന്ന പല ആനുകൂല്യങ്ങളും നിർത്തലാക്കുകയും ചെയ്തു സാർ. 2020 ജൂലൈ 1 മുതലുള്ള ദീർഘകാല കരാറിന്റെ 4 വർഷം കാലാവധി കഴിയാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സാർ. ചർച്ചയ്ക്കുള്ള ഒരു ഗ്രേഡ് ലൈസൻസ് പോലും ഈ സർക്കാർ കൊടുത്തിട്ടില്ല സാർ. ഞാൻ പറയാനുള്ളത് ഈ സ്ഥാപനം നമ്മുടെ KSRTCയുടെ ഒരു അവസ്ഥയിലേക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല സാർ. കെടുകാര്യസ്ഥതയും കാംകോയുടെ ഒരു സ്ഥിരം MD ഇല്ലാത്ത സ്ഥാപനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് സാർ. സ്ഥാപനത്തെ പുനരുദ്ധരിക്കുന്നതിനായി സർക്കാർ അടിയന്തരമായി ഇടപെടണം സാർ. 2 വർഷമായി കാംകോ 45 കോടിയോളം രൂപ കടമെടുത്തിട്ടുണ്ട്. 1984 മുതൽ 2022 വരെ 37 വർഷം ലാഭത്തിലായിരുന്ന കാംകോ ലാഭവിഹിതം കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിന് പലതവണ കൈമാറിയിട്ടുണ്ട് സാർ. ആയതിനാൽ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ കാംകോയിൽ കുറഞ്ഞത് 30 കോടി രൂപയോളം പ്രവർത്തന മൂലധനം ആയി സർക്കാർ നൽകണം സാർ. അവിടെ തൊഴിലാളികൾ പ്രതിഷേധിച്ചപ്പോൾ, ജനാധിപത്യത്തിൽ പ്രതിഷേധിച്ചപ്പോൾ ആ തൊഴിലാളികൾക്ക് നോട്ടീസ്, അത്ര അസഹിഷ്ണുതയാണ് അവിടുത്തെ ആ മാനേജ്മെന്റ് കാണിക്കുന്നത്. അവർക്ക് നോട്ടീസ് കൊടുത്തു. ഞങ്ങളുടെ ആ തൊഴിലാളി ശ്രീ PJ ജോയി MLA ആണ് തൊഴിലാളി നേതാവ് അവിടെ ഉള്ള. അദ്ദേഹം പലപ്പോഴും താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള സാർ. ഞാൻ അതിലേക്ക് നീണ്ടുപോകുന്നില്ല സാറേ. അതുപോലെ തന്നെ കാംകോയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത് ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളിലാണ്. വെസ്റ്റ് ബംഗാൾ, ത്രിപുര, തമിഴ്നാട്, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കാംകോ ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾ
വിറ്റഴിക്കുന്നതും ഈ വർഷത്തെ സബ്സിഡി ഓപ്പൺ ആക്കാത്തതാണ് ഇത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സാർ. അതുകൊണ്ട് ഏറ്റവും അടിയന്തരമായി ഗവൺമെന്റും ബഹുമാനപ്പെട്ട മന്ത്രി താല്പര്യമെടുത്ത് അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഈ തരണത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. സാർ, താങ്ങുവില വർധനവിന്റെ ഗുണഫലം നെൽ കർഷകർക്ക് നൽകുവാൻ സർക്കാർ തയ്യാറാണോ സാർ? സാർ, കാർഷിക വിരുദ്ധമായ ഈ സമീപനം അവസാനിപ്പിച്ചുകൊണ്ട് കേന്ദ്ര വിഹിതത്തിൽ ഉണ്ടായ വർധവിന് അനുപാതമായി സംസ്ഥാന വിഹിതവും വർദ്ധിപ്പിച്ച് മാന്യമായ സംഭരണ വില നെൽ കർഷകർക്ക് നൽകുവാൻ സർക്കാർ തയ്യാറാണോ എന്നാണ് നെൽ കർഷകർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോടും ബഹുമാനപ്പെട്ട മന്ത്രിയോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സാർ. സാർ, അതുപോലെ ഇപ്പോൾ നമുക്കറിയാം +2 വിഷയത്തിൽ വലിയ ചർച്ചകൾ നടന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെടുന്ന സാഹചര്യമുണ്ടായി. സാർ, ഈ +2 ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ടി സിദ്ദീഖ് പറഞ്ഞ ആ വാദത്തോടെ എനിക്കും പറയാനുള്ളത് സാർ. സാറ് ഇപ്പം എറണാകുളം ജില്ലയിൽ എറണാകുളം ജില്ലയിൽ 3 നമ്മുടെ +2 അവിടെ സീറ്റ് അല്ലെങ്കിൽ സീറ്റ് ആവശ്യത്തിനുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ സാറേ, പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഈ +2ൻ്റെ സീറ്റ് കിട്ടുന്നത് നമുക്കെല്ലാവർക്കും പറയാം 2-3 ബസ് കയറിയാണ് അവർക്ക് പോകേണ്ട സാഹചര്യമുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വിടാൻ മാതാപിതാക്കൾക്ക് ഭയമുണ്ട്, ഇത്ര ബസ് കയറി പോകാനുള്ള സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രതിസന്ധി ഉള്ളത് കൊണ്ട് ഇത് മലപ്പുറമോ അല്ലെങ്കിൽ ആ ജില്ലയോ മാത്രം ആക്കാതെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാർ പറഞ്ഞതുപോലെ ഇത് കേരളത്തിൽ തന്നെ ഈ കമ്മിറ്റി കേരളത്തിൽ തന്നെ എവിടെയൊക്കെയാണ് ഇതുപോലെ പ്രശ്നങ്ങൾ ഇത് പരിശോധിച്ചിട്ട് അതിന് പരിഹാരം കണ്ടെത്തണം. ബഹുമാനപ്പെട്ട KT ജലീൽ പറഞ്ഞു, ഇവിടെ UDFന്റെ കാലത്ത് എത്രയോ സ്കൂളുകൾ അനുവദിച്ചു +2. ഈ ജില്ല എല്ലാ പഞ്ചായത്തിലും +2 അനുവദിപ്പിച്ച കാലഘട്ടം ഏതായിരുന്നു? UDFന്റെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അംഗം അത് തെറ്റിദ്ധരിപ്പിച്ചത് ശരിയായില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറേ, ഒരു കാര്യം പറയട്ടെ സാറേ, ഈ സമരം നമുക്കറിയാം. ഇപ്പോൾ സർക്കാർ അധിക ബാച്ച് അനുവദിക്കാൻ സർക്കാർ അനുവദിച്ച സാഹചര്യത്തിൽ KSUവും MSFും അടക്കമുള്ള പല സംഘടനകളും സമരം ചെയ്തു. ആ സമരം SFI സമരം ചെയ്തു. ആ സമരം ന്യായമാണെന്ന് വന്നിരിക്കുകയാണ്. ആ ന്യായമാണെന്ന് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ സമരം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേസെടുക്കും. ആ കേസ് ജയിലിൽ പോലും പോയിട്ടുണ്ട്. ആ കേസ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുവാണെന്ന് വലിയ മനസ്സുള്ള നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി അദ്ദേഹം നല്ല പോസിറ്റീവായ മറുപടി ഇന്ന് രാവിലെയൊക്കെ തന്നത്. ആ പോസിറ്റീവായ ഒരു മറുപടി ഈ വിദ്യാർത്ഥി അങ്ങും വിദ്യാർത്ഥി നേതാവ് വളർന്നു വന്ന നേതാവല്ലേ, അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിയുടെ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങ് ഇടപെട്ടുകൊണ്ട് ഈ വിദ്യാർത്ഥി നേതാക്കന്മാർക്കെതിരെയുള്ള കേസ് പിൻവലിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഈ തരണത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താൻ. അതൊരു ഒറ്റ കാര്യമാണ് അവസാനിപ്പിക്കാൻ. സാർ, പാചക തൊഴിലാളികൾ എല്ലാ മാസവും കൃത്യമായി അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. സാർ, ഈ പാചക തൊഴിലാളി ആരാ? പാവങ്ങളാണ്. അവരൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതി, സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി പാചക തൊഴിലാളികൾ അവിടെ നിന്ന് പാചകം ചെയ്യുമ്പോൾ അവർക്ക് എറണാകുളം ജില്ലയിലൊന്നും അവസാനിപ്പിക്കുകയാണ് സാർ, അവർക്ക് പൈസ കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല സാർ. അത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം AP അനിൽകുമാറുടെ കാര്യം സൂചിപ്പിക്കാണ്ട് നമുക്കറിയാം, ഇവിടെ SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു മന്ത്രിയില്ല ഇവിടെ. നമുക്കറിയാം അതൊരു ഗൗരവമായ വിഷയം എന്നാണ്. നമുക്ക് എല്ലാവരും ചേർത്ത് പിടിക്കുന്ന സമീപനമല്ലേ സാർ? അവസാനിപ്പിക്കുക കൺക്ലൂഡാണ് സാർ. ഇവിടെ എല്ലാവരും ചേർത്ത് മുന്നോക്കക്കാരെയും പിന്നോക്കക്കാരെയും എല്ലാ ദളിതരെ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്ന് SC വകുപ്പിന് ഒരു മന്ത്രി SCയുടെ ഒരു മന്ത്രി ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുക സാർ. അത് ഗൗരവമായി കണക്കാക്കണം ഗവൺമെന്റ്. അതുകൊണ്ട് അതിനൊരു കണ്ടെത്തേണ്ടത് ഗവൺമെന്റും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവുമാണ്. അതിന് പരിഹാരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ധരാപ്രത്യേകം എതിർക്കുന്നു.